തലാസീമിയ രോഗബാധിതർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമായിരുന്ന ലുക്കോസൈറ്റ് ഫിൽറ്റേഡ് രക്തത്തിന്റെ വിതരണം നിലച്ചതോടെ ആശങ്കയിലായി രോഗികൾ. ഇതോടെ അധിക തുക ചെലവഴിച്ച് ഫിൽറ്റർ സെറ്റ് വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും മരുന്ന് കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കാതിരുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഓരോ മാസവും 2-3 ഫിൽറ്റർ സെറ്റുകളാണ് തലാസെമിയ രോഗികൾക്ക് ആവശ്യമായി വരുന്നത്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിതരണം 2 ആഴ്ചയിലേറെയായി മുടങ്ങിയതോടെയാണ് രോഗികൾ പ്രതിസന്ധിയിലായത്. 1200 മുതൽ 1300 രൂപ വരെ ചെലവഴിച്ച് എറണാകുളത്ത് നിന്ന് ഫിൽറ്റർ സെറ്റ് എത്തിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. ഈ പ്രതിസന്ധി എന്ന് അവസാനിക്കുമെന്നതിൽ ആശുപത്രി അധികൃതർക്ക് കൃത്യമായ ഉത്തരമില്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഫിൽറ്റർ സെറ്റിലൂടെ ബ്ലഡ് കയറ്റേണ്ടതാണ്. അപ്പം അത് വാങ്ങണമെങ്കിൽ ഒന്നിന് 1300 വരും. അത് പിന്നെ നടന്നിട്ടില്ലെങ്കിൽ, അത് വർക്ക് ചെയ്തില്ലെങ്കിൽ രണ്ടാമത് വാങ്ങണം. അല്ലാണ്ട് അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം 2600 ആവും. അപ്പം മാസത്തിൽ 2 പ്രാവശ്യം ബ്ലഡ് കയറ്റുന്ന ഒരു കുട്ടിക്ക് ചിലപ്പം എത്ര വരും? 1300 2000 നോർമലാണെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വരും. അപ്പോൾ സാധാരണക്കാരനായ രോഗികളാണ് ഉള്ളത്. ഇത് വാങ്ങണമെങ്കിൽ നിർബന്ധമാവും, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. ലോക്കൽ പർച്ചേസ് നടത്തി ഫിൽറ്റർ സെറ്റ് ഉറപ്പുവരുത്തണമെന്ന ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും മരുന്ന് കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കാതിരുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പ്രശ്നത്തിന് ആരോഗ്യവകുപ്പ് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് രോഗികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.